2 കിലോമീറ്റർ കഴിഞ്ഞു. 2 കിലോമീറ്റർ ഇനിയുണ്ട്. 2 കിലോമീറ്റർ നമുക്ക് ഇനി നടക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും എൻ്റെ ഭാഗ്യം നോക്കി. അപ്പം ഇഷ്ടമില്ല കേട്ടോ. പാലമുണ്ട് കേട്ടോ. ഒരു പാലമല്ല, 2 പാലമുണ്ട്. ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. എന്താണ് ഒരു കാട്ടരുവി കാണുന്ന ആ ഒരു ഫീലുണ്ട്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ്, അഡ്രസ്സ്, പിന്നെ വണ്ടി നമ്പർ, അങ്ങനെ ചില മരങ്ങളിൽ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഡേഞ്ചറായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഞാൻ അതിലും പറഞ്ഞിട്ടുണ്ട് ആരും അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടെന്ന്. കുറച്ച് പ്രയാസമുള്ള സ്ഥലമാണ്. നമ്മൾ ഇത്രയും ദൂരം വന്നില്ല. അല്പം പ്രയാസം തോന്നുന്ന വഴിയാണ് കേട്ടോ ഇത്. അവിടെ അങ്ങ് ടോപ്പ് വരെ പോകാൻ പറ്റും. ആൾക്കാർ മെയിനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുളിക്കും. ഇവിടെയാണ് മെയിനായിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. എനിക്ക് ഇതുവഴി തന്നെയാണ് കുളിക്കാൻ പോയത്. ഞാൻ വെച്ചോളാം. എന്തായാലും കൊള്ളാം. നല്ലൊരു ട്രിപ്പാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പാറകൾ കണ്ടിട്ട് ആ ഒരു ഫീലാണ് എനിക്ക് പറഞ്ഞത്. കാണാനിരിക്കുന്നത് കിടിലൻ വെള്ളച്ചാട്ടമായിരിക്കും. ട്രാവൽ ഡയറിയിലെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകാൻ പോണത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു സ്ഥലം തന്നെയാണ്. തിരുവനന്തപുരത്തെ വാഴ്വാന്തോള് വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് ബോണക്കാട് ഫസ്റ്റ് ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മുടെ ഡീറ്റെയിൽസ്, അഡ്രസ്സ്, പിന്നെ വണ്ടി നമ്പർ ഇത് കൊടുത്തതിന് ശേഷം പിന്നെ 200 രൂപയാണ് ടിക്കറ്റ് ആൾക്കൊന്നിന്. നമ്മൾ ഇന്ന് 6 പേരുണ്ട്. അപ്പോൾ 3 ഫാമിലിയാണ് വന്നിട്ടുള്ളത്. നമ്മളെ കാണുന്നത് പോലെ ഷാജി ചേട്ടൻ നമ്മളെ മുന്നത്തെ ഒരു എപ്പിസോഡിൽ വന്നിട്ടുണ്ട്. അത് അഖിലേഷ് ബ്രോ നമ്മളെ കഴിഞ്ഞ കതിർമുടി ട്രക്കിന് ഉണ്ടായിരുന്നതാണ്. അവർ ഫാമിലിയായിട്ട് വന്നിട്ടുണ്ട്. അവരും യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ ഞായറാഴ്ച ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇവിടെ തന്നെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നിൽപ്പുണ്ട്. ഒരുപാട് ആൾക്കാർ അകത്തേക്ക് പോയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ടിക്കറ്റ് എടുത്തു. ഇനി അകത്തോട്ട് കുറച്ച് ദൂരം കൊണ്ട് നമ്മൾ വണ്ടി പോകും. അതിനുശേഷം അവിടെ വച്ചതിന് ശേഷം നമ്മൾ 2.5 കിലോമീറ്റർ നടന്നാണ് അകത്തേക്ക് പോകാനുള്ളത്. ഓക്കെ, അങ്ങോട്ട് പോവാം. നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പോകുമ്പോൾ ഉള്ള മനോഹര കാഴ്ചകളാണ് ഈ കാണുന്നത്. നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാഴ്വാന്തോള് വാട്ടർഫോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഏകദേശം 50 കിലോമീറ്ററുകളാണ് ഉള്ളത്. നമ്മൾ ടിക്കറ്റ് എടുത്തില്ലേ, ആ ചെക്ക് പോസ്റ്റിൽ നിന്ന് കുറച്ച് ദൂരം കൂടെ വാഹനം പോകും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ട്രക്കിംഗ് ആണ്, നടന്ന് തന്നെ നമ്മുടെ വാട്ടർഫാളിൻ്റെ അടുത്തേക്ക് പോകാനുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് ബോണക്കാടേക്ക് ബസ് കിട്ടും കേട്ടോ ഇവിടെ വരാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ബൈക്കിലോ കാറിലോ ഒക്കെ നമുക്ക് ആ ഫസ്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ അതുവരെ വരാം. അത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ടിക്കറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അകത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. വാഴ്വാന്തോള് വാട്ടർഫാളിൻ്റെ എൻട്രൻസിലേക്ക് നമ്മൾ എത്തുകയാണ്. ഈ കാണുന്നത് പോലെ വളരെ വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ തന്നെ ഉണ്ട്. ഇന്നത്തെ ദിവസം ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മുടെ ബൈക്കൊന്ന് പാർക്ക് ചെയ്യട്ടെ. ഞാൻ വെച്ചോളാം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റി വണ്ടിയിൽ, അതായത് ഓഫ് റോഡൊക്കെ പോകുന്നില്ല ബൈക്കുകൾ, അതുപോലുള്ള ബൈക്കുകളിൽ ഒരുപാട് വന്നിട്ടുണ്ട്. 2 KSRTC ബസ് ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് മറ്റേ പാക്കേജില്ലേ, വിനോദയാത്ര എന്ന് പറഞ്ഞിട്ട് അത് വരുന്ന വണ്ടിയാണ്. വെഞ്ഞാറമൂട് നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടീമുകളൊക്കെ സെറ്റാണ്. നമ്മൾ 6 പേരാണ് വന്നിട്ടുള്ളത്. ഇത് എൻട്രൻസ് ആണ്. നമ്മൾ വന്നതിന് ശേഷം ഇവിടെ ടിക്കറ്റ് കാണിക്കണം, എന്നിട്ട് അകത്തോട്ട് പോകാം. നമ്മൾ എൻട്രൻസിൻ്റെ തൊട്ട് സൈഡിലോട്ടൊരു പാലമുണ്ട് കേട്ടോ. ഒരു പാലമല്ല, 2 പാലമുണ്ട്. ഒന്ന് ഇപ്പോൾ പ്രവർത്തന യോഗ്യമല്ലാത്തൊരു പാലവും, അല്ലാത്ത നടന്നു പോകാൻ വേണ്ടിയിട്ട്. ഇങ്ങോട്ടൊക്കെ വഴിയുണ്ടാവും, വീടുകളും ഉണ്ടാവും, അറിയത്തില്ല. പക്ഷേ എന്തായിരുന്നാലും ഒരു അരുവി, അല്ലെങ്കിൽ നമ്മൾ പോകാൻ പോകുന്ന ആ സ്ഥലത്ത് നിന്ന്, അതായത് വാഴ്വാന്തോള് വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളമാണെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ച് കേൾപ്പിക്കുന്നതിന് നമുക്ക് അകത്തോട്ട് പോകട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് അവിടെ കൊടുത്തു. പിന്നെ ഉള്ളത് പ്ലാസ്റ്റിക് ബോട്ടിൽ, കവർ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളവിടെ പൈസ കൊടുക്കണം. പൈസ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ തിരിച്ച് ക്യാഷ് തരും. ആണെങ്കിലും തിരിച്ച് കൊണ്ടുവന്നവരെ കാണിക്കുക. 2 ആണെങ്കിൽ 2 കാണിക്കുമ്പോൾ അതിൻ്റെ ക്യാഷ് റിട്ടേൺ കിട്ടും. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ പൈസ അടച്ചു, ടിക്കറ്റും കാണിച്ചു, എത്ര ആളെണ്ണമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇടയ്ക്കൂടെ ചെറിയൊരു, നമ്മൾ നേരത്തെ കണ്ടില്ലേ പാലം,
അവിടെ ഒരു ചെറിയൊരു വഴി തിരിയുന്നുണ്ടേ, അങ്ങോട്ട് വേണമെങ്കിൽ ഇറങ്ങാം. നമ്മളിതിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. അതായത് നമ്മൾ നേരത്തെ കണ്ട പാലം അവിടെയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു അരുവി കേട്ടോ, നല്ല രസമുണ്ട്. വലിയ ആഴമൊന്നുമില്ല, നിറയെ കല്ലുകളാണ്, കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. എന്താണ് ഒരു കാട്ടരുവി കാണുന്ന ആ ഒരു ഫീലുണ്ട്. ഓക്കെ, ഇനി എന്തായാലും 2.5 കിലോമീറ്റർ മുന്നോട്ട് നടക്കാണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. പലപ്പോഴും പറഞ്ഞു ട്രക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇത് ആദ്യം മുതൽ അവസാനം വരെ നമ്മളിങ്ങനെ ഫുൾ ലെങ്തായിട്ട് അല്ലെങ്കിൽ ലെങ്ത് കൂട്ടി നിങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ വാഴ്വാന്തോള് വാട്ടർഫോൾ എന്താണെന്നുള്ളൊരു ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ തുടക്കവും അല്ലെങ്കിൽ എൻഡിങ്ങും മാത്രം കാണിക്കായിരുന്നു. അങ്ങനെയുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ആദ്യം മുതൽ അവസാനം വരെയുള്ള കാഴ്ചകൾ കാണാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക കേട്ടോ. അപ്പോൾ നമുക്കിവിടുന്ന് 2.5 കിലോമീറ്ററാണ് നടക്കാനുള്ളത്. നമ്മൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതുപോലുള്ള ചെറിയ വഴി, വളരെ മനോഹരമായിട്ടുള്ള വഴി, കാട്ടിനകത്തോടെ നമ്മൾ മീൻമുട്ടിയൊക്കെ നടക്കത്തില്ലേ അതുപോലത്തെ വഴി. ഒരു സൈഡിൽ കൂടെ ഇതുപോലെ നമ്മൾ നേരത്തെ കണ്ട ആ അരുവി തന്നെ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. ഇവിടുന്ന് നല്ല ഹൈറ്റാണ് താഴോട്ട്, റിസ്ക് ഒന്നുമില്ല, നടക്കാനുള്ള നല്ല വഴിയുണ്ട്. ഇപ്പോൾ ഇത് പാറക്കല്ലുകൾ ഉള്ള വഴിയാണ്. പിന്നെ ഒരു സൈഡ് ഇതുപോലെ പുഴയിൽ ഒഴുകി പോകുന്നുണ്ട്. പിന്നെ പാക്കേജ് എടുത്തിട്ടുള്ളതായിരുന്നാലും ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ട് കേട്ടോ, നല്ല തിരക്കായിരിക്കും അവിടെ. പിന്നെ ഓ അവിടെ എഴുതി വെച്ചിരുന്നു കേട്ടോ, അപ്പുറത്തൊരു കമ്പിലുണ്ടായിരുന്നു 100 മീറ്റർ ആയിരിക്കും. പിന്നെ അത് ഇന്നിപ്പോൾ പറയാൻ വേണ്ടിയിട്ട് അറിയില്ല, എന്തായിരുന്നാലും അട്ടശല്യം ഉണ്ടാവും. മഴ പെയ്യണമെങ്കിൽ നന്നായിട്ട് അട്ട കാണുമെന്നാണ് പറയണത്. പിന്നെ ഈ ഇടയ്ക്കൊന്നും വഴുവാന്തോള് അടച്ചിട്ടില്ല. വെള്ളം കൂടുകയാണെങ്കിലും അല്ലെങ്കിൽ മഴ പെയ്ത് ഒരുപാട് വെള്ളം ഇറങ്ങുകയാണെങ്കിൽ മാത്രം ഇവിടെ ക്ലോസിംഗ് ആയിരിക്കും. വരുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ വിളിച്ച് അന്വേഷിച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നു, 5 ആൾക്ക് 1000 രൂപയാണ്. പിന്നെ അഡീഷണൽ വരുന്ന ഓരോരുത്തർക്കും 200 രൂപ വെച്ച്. അതാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത്. രാവിലെ മുതൽ 3 മണി വരെ നമുക്കിവിടെ ഉണ്ട്. സ്റ്റാർട്ടിങ് ടൈം നോക്കിയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഡീറ്റെയിൽസ്. നമ്മൾ ഫുഡ് വാങ്ങിച്ചിട്ടുണ്ട്, നമ്മൾ വന്നപ്പോൾ തന്നെ ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഫുഡ് നമ്മൾ അവിടെ കൊണ്ടുവച്ച് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ബോട്ടിലിന് നമ്മൾ പൈസ അവിടെ അടയ്ക്കും. ഇത്തരം കാര്യങ്ങളാണ് ഇവിടുത്തെ ഡീറ്റെയിൽസ്. ഇത് നമുക്ക് നേരെ വച്ച് പിടിക്കാം മുന്നോട്ട്. ഇവിടെയൊക്കെ മണ്ണിടിഞ്ഞ് നന്നായിട്ട് ഇങ്ങനെ കയറിയിട്ടുണ്ട്. നമ്മൾ വഴി ഇതാണ്, എന്താ വെള്ളം ഇങ്ങനെ പോയിട്ടെ അതൊന്ന് ഫോഴ്സിൽ വന്ന് ഇങ്ങനെ കയറിയിട്ട് പോകണതായിരിക്കും. ഇവിടെ നന്നായിട്ടുള്ള മണ്ണിങ്ങനെ കയറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങേറ്റം വരെ ഈ അരുവിയുടെ സൈഡിൽ കൂടെ തന്നെ ആയിരിക്കും യാത്ര. അപ്പോൾ നടന്ന് നമ്മൾ 1/2 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. 2 കിലോമീറ്റർ കഴിഞ്ഞു. 2 കിലോമീറ്റർ ഇനിയുണ്ട്. 2 കിലോമീറ്റർ നമുക്കിനി നടക്കാനുണ്ട്. വഴിയിൽ ഇതുപോലെ തന്നെയാണ്, ഫുള്ളും ഈറ്റയാണ്. സൈഡിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ അരുവി അങ്ങനെ പോകുന്നുണ്ട്. ഇതുവഴി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ വഴികളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇറങ്ങിയിട്ട് അവിടെയുള്ള ഭംഗിയൊക്കെ വേണമെങ്കിൽ കുറച്ച് നേരം ആസ്വദിക്കാം. പക്ഷേ അട്ട ഉണ്ടോ എന്ന് നോക്കി മാത്രം നിൽക്കുക. കണ്ടോ, കറക്റ്റ് ഒരു കാടിനകത്തുള്ള ആ ഫീൽ തന്നെ കിട്ടുന്ന കാട് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ഇവിടെ മുഴുവൻ ഈറ്റയാണ്. ഓക്കെ, ഇനി അപ്പോൾ 2 കിലോമീറ്ററോടെ ഉണ്ട് നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട്. ഈ വീഡിയോയിലൊരു കുറവുണ്ട്, ഞങ്ങളിലൊരാളില്ല, മുന്നേ ഇല്ല. ഒരുപാട് പേര് നമ്മളടുത്ത് വന്ന് പറയുന്നുണ്ട്, ചില വീഡിയോസ് കാണുമ്പോൾ മുന്നേ വ്ളോഗ് ചെയ്യണമായിട്ട് മുന്നേ മോനെ പഠിപ്പിച്ച് തുടങ്ങിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ കൊണ്ടുവരാത്തതിൻ്റെ കാരണം ട്രെക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് നല്ല ട്രെക്കിംഗ് ഉണ്ട്, പാടായിരിക്കും, അവനെ ഫുള്ള് എടുത്തുകൊണ്ട് നടക്കേണ്ടി വരും, അട്ടയുണ്ട്. ഒരുപാട് ട്രെക്കിങ്ങിന് പോയാലും ഞാൻ പോവാത്തതിൻ്റെ കാര്യം തന്നെ എനിക്ക് ഭയങ്കര പേടിയാണ് അട്ടയെ. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ തന്നെ വന്നതിൽ ഒരു ജീവിയെയും കണ്ടില്ല, അട്ടയെ മാത്രമേ കണ്ടോളൂ. അതും വലിയ അട്ട, കൊളയട്ട കണ്ടില്ല. എനിക്ക് വലിയ അട്ട കണ്ടാലും പേടിയാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും എൻ്റെ ഭാഗ്യം നോക്കി. അപ്പം കണ്ടോ, ഇഷ്ടമില്ല കേട്ടോ. അങ്ങനെ മുന്നേ കൊണ്ടുവരാൻ പറ്റിയില്ല, അവനെ ഫുൾ എടുത്തുകൊണ്ട് നടക്കേണ്ടി വരുമെന്ന് വിചാരിച്ച്. ട്രെക്കിംഗ് അല്ലേ, നല്ല പാടായിരിക്കും എന്ന് വിചാരിച്ചാണ് മുന്നേ കൊണ്ടുവരാതെ. മുന്നേ വീട്ടിലുണ്ട്. അങ്ങനെ ഇപ്പം നടന്നുകൊണ്ടിരിക്കും. നമ്മളേറാണ്ട് മീൻമുട്ടിയൊക്കെ പോകുന്ന ആ ഒരു ഫീലാണ് ഇപ്പോൾ. പാറകൾ, ആ ടൈപ്പ് പാറകൾ, പാലരുവി, മീൻമുട്ടി, അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല. ഇത് സാധാ ഇങ്ങനെ കയറ്റം ഇറക്കും, അങ്ങനെ ഹൈ ആയിട്ടൊന്നുമല്ല, നോർമലായിട്ട് നടന്നു പോകും ഇതുവരെ. ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. ഇതുവരെ
സാധാ നടന്ന് പോകുമ്പോൾ തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴികളിൽ മിക്ക സ്ഥലത്തും ഇതുപോലെ തന്നെ നമ്മൾ പറഞ്ഞില്ലേ, ആ അരുവി വന്ന് വെള്ളം ഭയങ്കര ഫോഴ്സായിട്ട് വന്നിട്ട് ഇടിച്ച് കയറിയിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ. മണ്ണ് പോയിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലവും ഏകദേശം അതുപോലൊക്കെ തന്നെയാണ്. പിന്നെ മരങ്ങളും ഇതൊക്കെ നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നതായിരിക്കും. അതായത് വെള്ളം ഫോഴ്സിൽ വന്ന് ഇടിച്ച് കയറിയിട്ട് ഇങ്ങനെ പോയതാണ്. കല്ലുകളൊക്കെ കിടക്കുന്നുണ്ടോ, നമ്മൾ മറ്റേ ഉരുൾപൊട്ടലൊക്കെ കാണുന്നില്ലേ, ആ ഒരു ഫീലിൽ കിടക്കുന്ന ഒരു സംഭവമാണ്. എപ്പോഴൊക്കെ വർഷങ്ങൾക്ക് മുന്നേയൊക്കെ ഉരുൾപൊട്ടി വന്നിട്ടുള്ള കല്ലുകളായിരിക്കും കേട്ടോ. പിന്നെ കല്ലാറിൽ കാണുന്ന ആ ഒരു ടൈപ്പ് മിനുസമുള്ള കല്ലുകളില്ലേ, അതും നിറയുണ്ട്. എവിടെയെങ്കിലും അടുത്തിറങ്ങാൻ പറ്റുകയാണെങ്കിൽ കാണിച്ചു തരാം. ഇതാക്കണ്ടോ, 1,750, 1.25 കിലോമീറ്റർ ഇനിയുണ്ട്. പലയിടത്തും ബോർഡുകൾ ഇതുപോലെ വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക്, മറ്റു മാലിന്യങ്ങളും പുഴയിലും വനത്തിലും ഉപേക്ഷിക്കരുത്. പിന്നെ ഈ പോകുന്ന വഴിയൊന്നും നമ്മൾ കണ്ടിട്ടില്ല, വലിയ പ്ലാസ്റ്റിക് ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ നമുക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ എന്താണ് ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ ഇവിടെ ആയിട്ട്. അപ്പോൾ ഇനി 1.25 കിലോമീറ്ററോടെ മുന്നോട്ട്. എവിടെടാ? കുമാരപുര ചാനൽ. ഓക്കെ, എങ്ങനെയുണ്ട് അവിടെ? നല്ല തിരക്കാ? രണ്ട് ബസ് വന്നു. ആദ്യം ഞങ്ങൾ കയറിയപ്പോൾ ഒരു ടീം വന്നു, അതിനുശേഷം ഞങ്ങൾ കുളിക്കാൻ വന്നപ്പോൾ അടുത്ത ടീം വന്നു. അപ്പോൾ നമ്മൾ നടന്നു പറഞ്ഞതിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് ഗൈഡുകളൊക്കെ കാണാം കേട്ടോ. പിന്നെ ചില മരങ്ങളിൽ ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ട് മുള്ളുവേങ്ങ, ഈ മരം. അങ്ങനെ ചില മരങ്ങളിൽ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് നമുക്ക് ഗൈഡും കാണാം കേട്ടോ. നടന്നു പറഞ്ഞ വഴിയിൽ ഒരു വലിയ മരം വീണ് കിടപ്പുണ്ട്. പിന്നെ അത് വർഷങ്ങളായതുകൊണ്ട് കുറേയൊക്കെ ചെത്തുപോയി. ബാക്കി ഇത്രയുണ്ട്. നമ്മൾ നല്ല സ്ലോയിലാണ്, എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് കാര്യമൊക്കെ പറഞ്ഞ് സ്ലോയിലാണ് പോകുന്നത്. വെയിലൊന്നുമില്ല, നല്ല കാലാവസ്ഥയാണ്. പതുക്കെ നടന്നു പോകണോണ്ട് ടയേർഡാവില്ല. ഒന്നാമത് ഇന്നലത്തെ നമ്മൾ ഇന്നലെ കൊണ്ടകെട്ടി മല കാണാത്തവർ ഒന്ന് കണ്ടിട്ട് വരിക. ഇതിന് തൊട്ട് മുന്നേ ഉള്ള എപ്പിസോഡ് മിക്കവാറും കൊണ്ടകെട്ടി മലയായിരിക്കും, അമ്പൂരിയിലെ. അപ്പോൾ നമ്മൾ ആ സൈഡ് വരുന്ന മലനിരകൾ എല്ലാം, അതായത് കാളിമല, കുരിശുമല, വില്ലുന്നിമല, കൊണ്ടകെട്ടി മല, പൂനിച്ചുമല, മാതാമല. അപ്പോൾ ആ സൈഡ് വരുന്ന എല്ലാം നമ്മുടെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. പക്ഷേ ഒരു കടന്ന ആഗ്രഹമായിരുന്നു. ആഗ്രഹം കൂടിപ്പോയി എന്ന് വെച്ചാൽ കൊണ്ടകെട്ടി മലയുടെ എപ്പിസോഡൊന്ന് കാണുക. അപ്പോൾ അതിന് പോയിട്ടാണ് നമ്മൾ ഡയറക്റ്റ് അടുത്ത ദിവസമാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് കുറച്ച് മല കയറിയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് കുറച്ച് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഡേഞ്ചറായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഞാൻ അതിലും പറഞ്ഞിട്ടുണ്ട് ആരും അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് വടിയൊക്കെ കൊണ്ടുവന്നത്. അല്ലാണ്ട് നടന്നു പോകാൻ പറ്റുന്ന, ഇതുവരെ നമ്മൾ അവിടെ നിന്ന് ഇതുവരെ നടന്നപ്പോഴും നടന്ന് സുഖമായിട്ട് ആർക്ക് വേണം നടന്നു പോകാൻ പറ്റുന്ന വഴിയാണ്. നടവഴിയുണ്ട്. 2-2.5 കിലോമീറ്റർ അത്രേ ഉള്ളൂ. നടന്നു പോകാൻ പറ്റുന്ന വഴിയാണ്. ഹാർഡായിട്ട് ഒന്നും തോന്നിയില്ല ഇതുവരെ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് പറയാം. പക്ഷേ ഇതുവരെ ഹാർഡായിട്ട് തോന്നില്ല. പിന്നെ കുട്ടികളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. കുട്ടികൾ 12 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുത്താൽ മതി എന്നാണ് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ വന്നതിൽ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ മുന്നേ കൊണ്ടുവന്നില്ല കുട്ടികളുടെ കാര്യം. എനിക്ക് ട്രക്കിംഗ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കുട്ടികളെ കയറ്റി വിടുമെന്ന് അറിഞ്ഞൂടാത്തതുകൊണ്ടാണ് മുന്നേ കൊണ്ടുവരാത്തത്. അല്ലെങ്കിൽ അവനും കൂടെ വന്നനായിരുന്നു. പിന്നെ ഈ അട്ടയുടെ കാര്യമുണ്ട്, അതുകൊണ്ടാണ് അവനെ ഒഴിവാക്കിയത് കേട്ടോ. എന്തായിരുന്നാലും ഇതാ അടിപൊളി ക്ലൈമറ്റ്, വെയിലില്ല, നന്നായിട്ട് ആസ്വദിച്ച് നടന്ന് മുന്നോട്ട് പോവാം. ഗൈഡ് ഇവിടെ ഉണ്ടോ? അതായിരിക്കും. ഇവിടെ ഒരു ഗൈഡ് മാമനുണ്ട്. അപ്പോൾ നമ്മൾ ഈ നടന്നു പോകുന്ന വഴിയിൽ തന്നെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഗൈഡ് ഉണ്ട് കേട്ടോ. പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ഗൈഡ് ഉണ്ടാവും. നമ്മൾ കുറച്ചുകൂടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടേ. ഈ ഭാഗത്ത് ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ ഇടുക്കിയിൽ അന്നൊരു സംഭവം കണ്ടില്ലേ, ഏതാണ് ഉരുൾപൊട്ടൽ. പാറകൾ കണ്ടിട്ട് ആ ഒരു ഫീലാണ് എനിക്ക് പറഞ്ഞത്. എപ്പോഴൊക്കെ ഉരുൾപൊട്ടി വന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിറയെ വലിയ ഉരുളൻ പാറകളാണ്. അങ്ങോട്ടൊക്കെ ഇറങ്ങുന്നത് ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. നല്ല ചെറുക്കലുണ്ടാവും. പിന്നെ ഇവിടെ ഒരു മനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടം കാണാം. അങ്ങ് നമ്മുടെ കാണാനിരിക്കുന്നത് കിഡിലൻ വെള്ളച്ചാട്ടമായിരിക്കും. എന്നിരുന്നാലും ഞാൻ പോയിട്ടില്ല.
ഇവിടെ ഒരു കുഞ്ഞ് വെള്ളച്ചാട്ടം, അതും നല്ല ഹൈറ്റിൽ നിന്ന് വരുന്നുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. മഴ സമയത്തൊക്കെ എന്തായിരുന്നാലും സൂപ്പറായിരിക്കും ഇത്. ഇതാണ് കേട്ടോ ചെറിയ ആ ഒരു വെള്ളച്ചാട്ടം, നല്ല ഹൈറ്റിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. ഇതുവഴിയാണ് പോകാറുള്ളത്. ഇവിടെ ഒരു വേസ്റ്റ് ബിന്നൊക്കെ വച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ മുകളിലേക്ക് കയറി പോകണം. ഓക്കെ, വേറെ ആൾക്കാർ വരുന്നുണ്ട്, വ്ളോഗേഴ്സൊക്കെ വേറെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു വലിയ പാറ നിറയെ വേര് കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. അവിടെ വലിയ മരങ്ങൾ വരെ ഇതിനകത്ത് നിൽപ്പുണ്ട്. ഇനി ഇവിടെ നിന്ന് കുറച്ച് ഇടുക്കമുള്ള വഴിയാണ്, മുകളിൽ നിന്ന് ആൾ വരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ മുകളിലോട്ട് കയറുന്നത്. കുറച്ച് പ്രയാസമുള്ള സ്ഥലമാണ്. നമ്മൾ ഇത്രയും ദൂരം വന്നില്ല, അല്പം പ്രയാസം തോന്നുന്ന വഴിയാണ് കേട്ടോ ഇത്. ഇവിടെയല്ല, ഇതുവഴി ഇങ്ങനെ വരുന്നു, ഇങ്ങനെ കയറുന്നു. ഓക്കെ, മരം നോക്കി, പാറക്കല്ല്, ഒരു തരി മണ്ണൂലും ഇല്ലാതെ കണ്ടരായി, ഒരു മണ്ണൂലും ഇല്ലാതെ നിൽക്കുന്നത് കേട്ടോ. പാറയിൽ അത്രയും വേരുകൾ ഇറക്കിയിട്ടുണ്ട് താഴ്ന്നു. അതന്നെ ഇവിടെ ഒരല്പം റിസ്ക്കാണ് ഈ കാണുന്നത്, ഇതുവഴി ഇങ്ങനെ. പക്ഷേ പടികളുണ്ട് കേട്ടോ, പടികൾ ഇങ്ങനെ ചവിട്ടി പോവാം. ഇതൊന്നും റിസ്ക്കായിട്ട് പറയേണ്ടതില്ല, കറക്റ്റ് പടി പോലെ തന്നെ ഉണ്ട്, കാല് വെച്ച് പോകാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ. പക്ഷെ ആ കണ്ട ആ പാറ ഉണ്ടല്ലോ, ആ ഒരു വലിയ പാറ, ഇവിടെ നിന്ന് കുറച്ച് ഇടിഞ്ഞ് പോയതായിരിക്കും തോന്നുന്നു കേട്ടോ ഇങ്ങോട്ട് ഇവിടെ കിടക്കുന്നത്. പക്ഷേ ഇത് കൊള്ളാം, രണ്ട് സൈഡും പാറയാണ്, രണ്ട് സൈഡും പാറ, അതിനിടയ്ക്കൂടെ ഒരു ചെറിയ വഴി. നമ്മളിതുവഴിയാണ് കയറി വന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ കുറച്ച് പിടിച്ച് പോകാനുള്ള ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ പാറയാണ്. അത് കഴിഞ്ഞ് ചെറിയൊരു പാലം. പാലം ദാ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ്, അതാണ് സംഭവം. ഇതിനു വേണ്ടിയിട്ടാണ് പാലം ചെയ്തേക്കുന്നത്. ഇവിടെ ചെറിയൊരു ഗ്യാപ്പുണ്ട്. അപ്പോൾ അത് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാലം, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ നടക്കാൻ വേണ്ടി ചൂരൽ ചെടി, പിന്നെ വള്ളിച്ചെടികൾ, മരങ്ങൾ, പുഴകൾ, മരങ്ങൾ, പാറകൾ, ഇതൊക്കെയാണ് കാഴ്ച. ഓക്കെ, ഇനിയുണ്ട് നടക്കാൻ വേണ്ടിയിട്ടുണ്ട്. ആൾക്കാരൊക്കെ തിരിച്ചിറങ്ങുന്നുണ്ട്. ഒരുവിധ സമയമായതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ സ്പീഡായിട്ട് മുന്നോട്ട് പോട്ടോ. നമ്മൾ കുറേ ഇങ്ങനെ നടന്ന് വന്നിട്ടുണ്ട്. പക്ഷേ 2.5 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ നമ്മൾ പതുക്കെ നടക്കുന്നതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത് കേട്ടോ. നിറയെ പാറക്കല്ലുകൾ. അപ്പോൾ ഇനി നമ്മളിത് ക്രോസ് ചെയ്ത് അതിൽ കൂടെയാണ് പോകുന്നതെന്ന് തോന്നുന്നു. എന്തായിരുന്നാലും മഴ സമയത്ത് ഇതൊക്കെ നല്ല നിറഞ്ഞ്, അപ്പുറ സൈഡിൽ വെള്ളമില്ല, ഇപ്പോൾ നല്ല നിറഞ്ഞ് വരുന്ന കാണാൻ കഴിയുമായിരിക്കും. ഇപ്പോൾ ഈ സൈഡിൽ കൂടെ മാത്രമേ പോകുന്നുള്ളൂ. നമ്മുടെ ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, നല്ല അടിപൊളി വെള്ളം അടുത്തിട്ട് വരെ നമുക്ക് കാണാൻ പറ്റും. ആ ഭാഗത്തൊക്കെ കുറച്ച് ആഴമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഒരു കാടിൻ്റെ ഭംഗി എന്തായിരുന്നാലും നന്നായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. പിന്നെ ഒറ്റയ്ക്കൊക്കെ വന്നിട്ട് നമ്മളങ്ങ് മുകളിലെത്തിയാണ്. പിന്നെ ഗ്രൂപ്പായിട്ട് വന്നതുകൊണ്ട് നമ്മൾ സംസാരിച്ച് പതുക്കെ പോണത് കൊണ്ടാണ് കുറച്ചും കൂടെ ആസ്വദിക്കാൻ പറ്റും. ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് വീഡിയോ എടുത്ത് അങ്ങ് പോയുണ്ടായിരുന്നു. ഇപ്പോൾ എത്തിയേനെ. എന്തായാലും കൊള്ളാം, നല്ലൊരു ട്രിപ്പാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ പൊന്മുടി മീൻമുട്ടിയിൽ ആ ഒരു ഫീല് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. കാടിൻ്റെ ഒരു നല്ലൊരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി കുറച്ച് ദൂരോടെ ഉണ്ട്, നമുക്ക് മുന്നോട്ട് പോകാട്ടോ. ഞണ്ടുണ്ടാ ഷാജി ചേട്ടാ? കിട്ടിയാ മീൻ വേണം കിട്ടും. ഷാജിച്ചേട്ടൻ ഞണ്ട് തപ്പയാണ്. ഗൈഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളാ. ഇന്ന് ആ പാറ ഇറക്കിയിട്ട് മീൻ വേണ്ട. അതിനെ ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞപ്പോ അവര് ഞങ്ങളുടെ നാട്ടിൽ കയ്യിൽ പോയി എനിക്ക് പോണം.
എന്തൊരു കണ്ട് കേട്ടോ ഞണ്ട്. അപ്പോൾ മഴ വേണ സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേട്ടോ, ഇതിപ്പോൾ ഹാഫാണ്. പിന്നെ ഇവിടെ നിന്ന് രണ്ടായിട്ട് പോകുന്നുണ്ട്. ഇവിടെയും ഫുള്ള് വെള്ളം കയറുന്ന ഏരിയയാണ്. ഗൈഡ് അവിടെ ഇരിപ്പുണ്ട്. ഇത് നിറഞ്ഞു പോകുന്ന ഒരു സ്പേസാണ്. മഴ പെട്ടെന്ന് വരികയാണെങ്കിൽ അവിടെ നിന്ന് വെള്ളം ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ മുഴുവൻ നിറഞ്ഞു പോകും. പിന്നെ അതിനുശേഷമാണ് ഇവർ ഗൈഡുകളും കാര്യമൊക്കെ താഴെ പോകുന്നത്. ഇവിടെ ഒരു ഗുഹ പോലെ ഉണ്ട്, ഇവിടെ കയറിയിരിക്കുന്നൊക്കെയാണ് പറഞ്ഞത്. അടുത്തൊരു സ്ഥലം, നമ്മൾ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ കയറിയിരിക്കാൻ പറ്റും, ഗുഹ പോലൊരു സ്ഥലം കേട്ടോ. അപ്പോൾ നമ്മളവിടെ കുറച്ച് ബ്ലോക്കായി. കാരണം പാക്കേജ് എടുത്ത് വന്നിട്ടുള്ള KSRTCയിലെ ഒരുപാട് വിനോദയാത്രാ പാക്കേജുകളില്ലേ, അപ്പോൾ അതിൽ വന്നിട്ടുള്ള ഒരുപാട് പേര്, 2 ബസ്സിലുള്ള ആൾക്കാർ, പിന്നെ ബൈക്കിൽ വന്നിട്ടുള്ള കുറേ ആൾക്കാർ. അപ്പോൾ അവരൊക്കെയാണ് അങ്ങോട്ട് പോയത്. വെഞ്ഞാറമൂടിൽ നിന്ന് വന്ന പാക്കേജിൽ നമ്മുടെ ഇതും പിന്നെ പൊന്മുടിയുടെ ഉണ്ട് കേട്ടോ, ഒരു വലിയൊരു മരം കടപുഴയിൽ കിടക്കുന്ന വലിയൊരു മരം. അപ്പോൾ അവരാണ് ഇപ്പോൾ അങ്ങോട്ട് പോയത്. അപ്പോൾ ഇനി അങ്ങോട്ട് മുകളിലോട്ട് വലിയ ആൾക്കാർ കാണാൻ സാധ്യത കുറവാണെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇനിയുണ്ട് കുറച്ച് ദൂരം കൂടെ. ഇനി കുറച്ച് ഈ കല്ല് വെച്ചിട്ടുള്ള പടി പോലുള്ള കുറച്ച് കയറ്റമാണ് കേട്ടോ. ഇത്ര നേരം വലിയ റിസ്ക് ഒന്നും ഇല്ലായിരുന്നു. ഇനി കുറച്ച് പടിക്കെട്ട് കൂടെ ഉണ്ട്, മുകളിലേക്ക് പോവാം, എന്താണെന്ന് നോക്കാം. ഏകദേശം എത്താറാവുന്നു. വലിയ മരങ്ങൾ കാണാതെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ചെറിയ അരുവികൾ സൈഡിൽ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാർ പുറകെ വരുന്നുണ്ട്. ഇതുപോലെ മുള്ളിലാവ് ഈ ഒരു പടുകൂറ്റം മരം ഈ കാണുന്നത്. ഇവിടെ നിന്ന് ചെറിയൊരു അരുവി ഇങ്ങനെ പോകുന്നുണ്ട്. അയ്യോ, അടുത്ത ഒരു വലിയ പാറ. ഒരു രക്ഷയില്ല കേട്ടോ പാറ. ഇവിടെയൊക്കെ എങ്ങനെ ഇത്ര ഒരു തുരങ്കം പോലെ തന്നെ, അത് ഗുഹ പോലെ ആയെന്ന് എനിക്കന്ന്. ഈ മണ്ണിൻ്റെ പുറത്താണ് ഈ പാറ ഇരിക്കുന്നത്. ഓക്കെ, ഇതുവഴിയാണ് നമ്മൾ വന്നത് കേട്ടോ. കണ്ണാടിയപ്പ് അടുത്ത ബോർഡ്. അതുപോലെ തന്നെ ആ പാറയിൽ തന്നെ ഉള്ളൊരു വലിയ ഗുഹ. അവിടെ വെള്ളമാണ് നിറച്ച്. അപ്പോൾ അങ്ങനെ വെള്ളം വീണ് അടിയിലത്തെ മണ്ണ് പോയി ഉള്ള ഗുഹയായെന്ന് തോന്നുന്നു. ഇവിടെ നോക്കി കണ്ട, നമ്മളെ നരിമട കണ്ടില്ലേ, അതുപോലുണ്ട്. നരിമടയല്ല, അതുപോലെ തന്നെ ഒരു വലിയൊരു ഗുഹ. മഴ പെയ്യുമ്പോഴത്തേക്കായിരുന്നാലും വെയിലുള്ളപ്പോഴായിരുന്നാലും വെയിൽ ഇവിടെ അടിക്കാൻ സാധ്യതയില്ല. എന്തായിരുന്നാലും ആൾ കയറി ഇരുന്ന് കഴിഞ്ഞാൽ കാണയില്ല. ഇത്രയും വിശാലമായിട്ട് ഒരുപാട് പേർക്ക് അകത്ത് നിൽക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ഉണ്ടോ? നമ്മളിനി 250 മീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ. ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ഇതാ ഇങ്ങനെയാണ് ആ ഗുഹയെ കണ്ട പാറ, അവിടെയാണ്. ഇതാ കയറി കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. ആദ്യം മുതൽ കാണുന്നത് അത് നമ്മളവിടെ കണ്ടില്ല, സ്റ്റാർട്ടിങ്ങിൽ കണ്ട ആ ഒരു പുഴ തന്നെയാണ് നമ്മളെ സൈഡിൽ കൂടെ, അതായത് വലത് സൈഡിൽ കൂടെ അങ്ങോട്ട് പോകുമ്പോൾ വലത് സൈഡിൽ കൂടെ ഇങ്ങനെ എല്ലാ സ്ഥലത്തും നമ്മളത് കണ്ടാണ് ഇങ്ങനെ പോകുന്നത് കേട്ടോ. ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ നിന്ന് വാട്ടർഫോൾ കാണാൻ കേട്ടോ. അങ്ങ് കാണുന്നതാണ് വാട്ടർഫോൾ. ഇവിടെ നിന്ന് ഇങ്ങനെ ഇത് മുതൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും. അതുപോലെ അവിടെ ഒരു മഞ്ഞ വേലി വെച്ചിട്ടുണ്ട്. ഇതുവഴിയൊക്കെ ചെറിയ അരുവികൾ ഇങ്ങനെ വന്ന് ഇതിലോട്ട് ചേരുന്നുണ്ട്. പിന്നെ അവിടെ അങ്ങ് ടോപ്പ് വരെ പോകാൻ പറ്റും. ആൾക്കാർ മെയിനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുളിക്കും. തിരിച്ചിവിടെ വന്ന് കുളിച്ചിട്ടാണ് ഫ്രഷായിട്ട് തിരിച്ചു പോകുന്നത്. അത് ഇപ്പോൾ ചെറിയൊരു മഴപ്പോളിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. നോക്കാം നമുക്ക് അങ്ങോട്ട് പോയിട്ട് എന്താണ് സാഹചര്യമൊന്നും. ഇവിടെയൊക്കെ ഇറങ്ങുന്നത് അപകടമാണ്, ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. പിന്നെ മഴയുള്ള സമയത്ത് എനിക്ക് തോന്നുന്നു ഇതെല്ലാം നിറഞ്ഞു തന്നെ വരും. പിന്നെ മുഴുവൻ പാറയാണ്, വേറെ ഒന്നുമില്ല ഇവിടെ, ഫുള്ള് പാറയാണ്. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ചേർക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകാം. നമ്മൾ ഏകദേശം എൻഡിൽ എത്തുകയാണ്.
ഏറ്റവും അടുത്തെത്തുകയാണ് കേട്ടോ. നല്ല ലോങ് ആയിട്ടുള്ള വെള്ളച്ചാട്ടമാണ്. നമുക്ക് തട്ടുകളായിട്ട് 1, 2, 3, 4, 5 തട്ടുകളായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുകളിലേക്കാണ് പോകുന്നത്. ഏകദേശം വാട്ടർഫാളിൻ്റെ പകുതിയിൽ നമ്മൾ എത്തുമെന്ന് തോന്നുന്നു. വലിയ ഹാർഡ് ട്രക്കിംഗ് ഒന്നുമല്ല, ആർക്കും വേണം നടന്ന് വരാനേ ഉള്ളൂ. സമയം എടുത്തു കഴിഞ്ഞാൽ റെസ്റ്റ് എടുത്ത് പതുക്കെ നടന്ന് വരാം. നമ്മൾ ലാസ്റ്റ് പോയിന്റിലേക്ക് എത്തുകയാണ് കേട്ടോ. കയറുക. പിന്നെ ഞാനേ ആദ്യം പറഞ്ഞാണ് കമ്പില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ കമ്പ് ഉണ്ടെങ്കിൽ കൊള്ളാം കേട്ടോ. ഒരു കാൽഭാഗം കഴിയുമ്പോൾ കമ്പിന്റെ മനസ്സിലായ? അതാണ് ഞാൻ എടുത്തോണ്ട് വന്നു. നമ്മൾ നടന്നു വരുന്ന വഴിയായിരുന്നു, ഇപ്പൊ അങ്ങനെയല്ല. ഓക്കെ, നമ്മൾ ഏകദേശം എന്താ എത്തിയിട്ടുണ്ട്. ഇങ്ങോട്ട് സൈഡ് നോക്കിപ്പോയെ. മഴ കേട്ടോ. പോ അത് ഇവിടെ നിന്ന് പിസറൊക്കെ അടിക്കും. എന്തായിരുന്നു ട്രക്കിംഗ് വെള്ളച്ചാട്ടം കാണാൻ വന്നവരാ ദീദി. ഇവിടെ എല്ലാം ഈ വേലികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. വേലിയിൽ ഇവിടെ ഒരു ഭാഗമാണ്. ഇത് അവിടെ അങ്ങനെ വളരെ കാണാൻ വേണ്ടിയിട്ട് വളരെ മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടം. എന്തായിരുന്നാലും മഴ കിട്ടുമെന്നാണ് തോന്നുന്നത് കേട്ടോ. മഴ പെയ്യുന്നുണ്ട്. ലാസ്റ്റ് എത്തിയപ്പോൾ മഴയുണ്ട്. നമ്മുടെ ആൾക്കാരൊക്കെ അവിടെ നിൽപ്പുണ്ട്. കുറേ ആൾക്കാർ കുളിക്കുന്നുണ്ട്. മിക്കവാറും മഴ പെയ്യുകയാണെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. മഴയുണ്ട്, മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ട്രാവൽ ഡേ. ഓക്കെ, കുറേ ആൾക്കാർ കുളിക്കുന്നുണ്ട്. ഇവിടെ നിന്നൊക്കെ നല്ല ആഴമാണ് നിൽക്കുന്നത്. ഇവിടെ ഒന്നും കമ്പിയൊന്നും വെച്ചിട്ടില്ല, വേലി വെച്ചിട്ടില്ല. എന്തിലോട്ട് പോകണ്ട. എന്തായിരുന്നാലും അവിടെ നിന്നാണ് നമ്മൾ നടന്ന് കയറി ഇതുവഴി ഇങ്ങനെ ഇവിടെ വന്നത്. ഇവിടെ സേഫായിട്ടൊന്ന് കുളിക്കാൻ പറ്റുന്ന ഏരിയയാണ്. അങ്ങോട്ടാണ് വെള്ളച്ചാട്ടം. നമുക്ക് എന്തായിരുന്നാലും ഇതുവരെ തന്നെയാണ് വരാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് കുളിക്കണം എന്നുള്ളവർക്ക് അതുവഴി എന്തോ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റും. ഇവിടെയാണ് മെയിനായിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. എനിക്ക് ഇതുവഴി തന്നെയാണ് കുളിക്കാൻ പോയത്. അങ്ങോട്ടൊന്നും നമുക്ക് അനുമതിയില്ല കേട്ടോ. അതിന് മുകളിലും ലെയറുകളുണ്ട്. അതായത് വെള്ളച്ചാട്ടം മുകളിലും ഉണ്ട്. പക്ഷെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. എന്തായാലും അടിപൊളി സ്ഥലമാണ്. കൊള്ളാം കേട്ടോ. വാ പറ, എങ്ങനെയുണ്ട്? സൂപ്പർ അടിപൊളി. ഇത്രയും കഷ്ടപ്പെട്ടെങ്കിലും അടിപൊളി വ്യൂ കിട്ടി കേട്ടോ. ഏറ്റവും മുകളിലുള്ള നമുക്ക് കാണാൻ പറ്റൂല, നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. പക്ഷെ അത് സെറ്റ് കേട്ടോ. ആ 2-3 മരങ്ങളങ്ങ് വെട്ടി മാറ്റിയിരുന്നേ സൂപ്പറായിട്ട് കാണാമായിരുന്നു. ഞാൻ പറഞ്ഞെങ്കിൽ കാടായിരുന്നു. അപ്പോൾ ഇനി ആൾക്കാർ വരുന്നുണ്ട്. വലിയ മഴ പെയ്യുമ്പോൾ നമുക്ക് ഇറങ്ങേണ്ടി വരും. വെള്ളം കൂടാൻ ചാൻസ് ഉണ്ട്. കുളിക്കാൻ മാത്രമല്ല കേട്ടോ, നമുക്കിവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഫുഡൂടെ കഴിച്ചിട്ടായിരിക്കും അവിടെ ഇറങ്ങുക. ഇപ്പോൾ സമയം 1:10. ശരി, സോറി, 1:10 സമയം. നമ്മളിവിടെ എത്തിയപ്പോൾ ഉച്ച സമയമാണ്. മഴ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ മൂടിക്കെട്ടി കിടക്കുന്നത് കേട്ടോ. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോവാം. പാറയിൽ ചവിട്ടിയാണ് പോകാനുള്ളത്. കുറച്ചുകൂടെ ഇപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെറുക്കനില്ല. കുറച്ചുകൂടെ ഒന്ന് അടുത്തോട്ട് പോവാം. എങ്ങനെയുണ്ട്? സൂപ്പർ, അടിപൊളി. വന്നിട്ടുണ്ടോ ഇവിടെ? ഇല്ല, ആദ്യമായിട്ട്. കൊള്ളാം, അടിപൊളി. എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മൾ ഇനി ഫുഡൂടെ കഴിക്കുക, എന്നിട്ട് താഴോട്ട് ഇറങ്ങാനുള്ള പ്ലാനാണ്. കുറേ പേരൊക്കെ കുളിക്കുന്നുണ്ട്. മഴയും പെയ്യുന്നുണ്ട്. അടിപൊളി കാഴ്ച. നടന്നതിന് നഷ്ടമൊന്നുമില്ല. എന്തായിരുന്നാലും നമ്മുടെ തിരുവനന്തപുരത്ത് ഞാനും വന്നിട്ടില്ല. വാഴ്വാന്തോൾ ഇങ്ങനൊരു അടിപൊളി സ്ഥലം ഉണ്ടെന്ന് മനസ്സിലായി. നമുക്ക് അറിവ് കിട്ടിയപ്പോഴാണ് നമ്മൾ ഇതിനെ ഓടി ഇങ്ങോട്ട് വന്നത്. കൊള്ളാം കേട്ടോ, സൂപ്പർ സ്ഥലമാണ്. അപ്പോൾ എന്തായിരുന്നാലും ആരും മിസ് ചെയ്യേണ്ട. 200 രൂപയാണ് ടിക്കറ്റ്. ഒരു 5 പേരൊക്കെ സെറ്റാക്കി ഇങ്ങ് പോകുന്നുള്ളൂ. കൊള്ളാം. കുറച്ച് ദൂരം നടക്കാനും കാടിൻ്റെ ഭംഗി ആസ്വദിക്കാനും വെള്ളച്ചാട്ടം ആസ്വദിക്കാനും കുളിക്കാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. എങ്ങനെയുണ്ട് സ്ഥലം? ഒന്നും പറഞ്ഞില്ല. അടിപൊളി. വന്നിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവന്നു. നമ്മൾ കഴിച്ചു. നമ്മൾ ഇനി താഴേക്ക് തിരിക്കുകയാണ്. 1:45 സമയം. ഇനി ചെറിയ മഴ ഉണ്ട്, ഇപ്പോൾ ഇല്ല. ഇടയ്ക്ക് മഴ ഉണ്ടായിരുന്നു. എന്തായാലും തന്നെ പോകുന്ന വഴി ചിലപ്പോൾ മഴ പെയ്യും. ഇല്ലെങ്കിലും നമ്മൾ സ്പീഡായിട്ട് അങ്ങ് പോവുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അടിപൊളി ട്രക്കിംഗ് ആയിരുന്നു. നടന്ന് കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്ന തിരുവനന്തപുരത്തെ ഒരു കിടിലം
സ്പോട്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്ന് സേവ് ചെയ്ത് വെച്ചിരിക്കുക. നിങ്ങൾ കുടുംബമായിട്ടൊക്കെ വന്ന് കാണുക. അതായത് 5 പേര് വേണം പാക്കേജിന്, 5 പേർക്കാണ് 1000 രൂപ. എന്തായിരുന്നാലും നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ബൈ അവരുടെ മുന്നേ കൊണ്ടുവന്നില്ല കേട്ടോ. അതിന്റെ കാരണമെന്ന് വെച്ചാൽ പിന്നെ പറഞ്ഞേ എന്തിനെന്ന് പറയട്ട് നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഈ വീഡിയോയിൽ ഒരാളുടെ കുറവുണ്ട് കേട്ടോ. ഞങ്ങൾ നോക്കിയാണ് എന്തിനു കിട്ടണമെന്ന്. അടുത്ത ബ്ലോഗർ വരുന്നുണ്ട്. അടുത്ത ട്രാവൽ ബ്ലോഗർ വരുന്നുണ്ട്. എന്തായിരുന്നു കൊണ്ടുവാ നമ്മള് രായി ഇതിനെങ്കിലും പേടിയുണ്ടല്ലോ. പുറകെ വരുന്നുണ്ട്. ഹയ്യാര ഡാൻസ്. ആ അതെ. ഞാൻ വെച്ചോളാം. ആദ്യം പറഞ്ഞാണ് കമ്പില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ കമ്പുണ്ടെങ്കിൽ കൊള്ളാം കേട്ടോ.